ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ഇവര് ക്ലെയിം ചെയ്യുന്നത് നല്ല ഗ്ലോയിങ് സ്കിൻ, ക്ലിയർ സ്കിൻ കിട്ടും എന്നാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യവനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഗൂഡൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്രീൻ ടാങ്ക്രിൻ വൈറ്റമിൻ സി സിറത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അടിപൊളി സിറമാണ്. ഇതെന്റെ 3ാമത്തെ ബോട്ടിലാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയായിരുന്നു. ഇവർ ക്ലെയിം ചെയ്യുന്നത് 2 വീക്സിനകമാണ് റിസൾട്ട് കിട്ടുന്നത്, പക്ഷെ എനിക്ക് 1 വീക്കിനകം റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഇവർ ക്ലെയിം ചെയ്യുന്നത്, ഇവരുടെ വീഡിയോസും ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്നത് നമുക്കൊരു ഗ്ലോയിങ് ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടും എന്നാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇനി ഞാൻ ഇതിന്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയാം. ഇത് നല്ല ലൈറ്റ് വെയ്റ്റും ജെൽ ടൈപ്പ് ടെക്സ്ചറാണ് ഈ ക്രീം, ഈ സിറം. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ 2 പംപ്സ് മാത്രം എടുത്താൽ മതി. ഇതാണ് എൻ്റെ ടെക്സ്ചർ. നല്ല ജെൽ ലൈക്ക് ടെക്സ്ചറാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും. ഇനി ഞാൻ ഇതിന്റെ ഈ സിറത്തിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം, എന്തൊക്കെയാ ഇതിന്റെ യൂസസ് എന്ന്. നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ്ലി ഒരാഴ്ചക്കകം ക്ലിയർ ആവും. ആദ്യം തന്നെ ഇതില് ഗ്രീൻ ടാങ്ക്രിൻ ഉണ്ട്. ഗ്രീൻ ടാങ്ക്രിൻ എന്ന് വെച്ചാൽ അത് ഒരു ഫ്രൂട്ട്, ഓറഞ്ച് പോലത്തെ ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഇതിന്റെ സ്മെല്ല് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ലെമണിന്റെ ഒരു സ്മെല്ല, ബട്ട് ഓറഞ്ച് ആണെന്ന് പറഞ്ഞത്. ഗ്രീൻ ടാങ്ക്രിൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിലുള്ളത്. ഇത് കൊറിയ അതുപോലത്തെ ഫ്ലോറിഡ ഏതൊരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. അതിൽ നിന്ന് എടുത്ത എക്സ്ട്രാക്റ്റിന്റെ ജ്യൂസ് ആണ് ഇതിൽ വരുന്നത്. 70% ആ ഗ്രീൻ ടാങ്ക്രിന്റെ എക്സ്ട്രാക്ട് ഇതിലുണ്ട്. ആ എക്സ്ട്രാക്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതില് വൈറ്റമിൻ സി എന്താ അതിന്റെ മെയിൻ യൂസ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അതാണ് വൈറ്റമിൻ സിന്റെ ഗുണം. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതും വൈറ്റമിൻ സി ഏത് സിറത്തിന്റെ ആണെങ്കിലും അതിന്റെ യൂസസ് ആണ്. നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും, പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അതാണ് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടും ഇത് യൂസ് ചെയ്താൽ. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇത് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് കിട്ടി. എന്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ്, എനിക്ക് ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്ന ഫേസ്. അതിന്റെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തു വെച്ചില്ല, അല്ലെങ്കിൽ ഇത് ഈ വീഡിയോയിൽ അത് ഷെയർ ചെയ്യാമായിരുന്നു. ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഫേസ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി മാറി. എന്നാലും എന്റെ ഫേസിൽ ഇപ്പോൾ ഇച്ചിരി ഈ സ്കിൻ ടാഗ് അതുണ്ട്. അത് ഹെറിഡിറ്ററി ആയിട്ടുള്ളതാ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ക്രീം പരട്ടിയാലും പോകില്ല, അതിന് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. 2 വീക്സ് ഒന്നും എടുത്തേ ഇല്ല. പിന്നെ എന്റെ എന്താ പറയാ, ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ പല സ്കിന്നില് പല സ്ഥലത്ത് പല കളറായിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഭാഗത്ത് നമ്മുടെ അപ്പർ ലിപ്സിൽ വേറൊരു കളർ, ഇവിടെ വേറൊരു കളർ, അതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. അതൊക്കെ മാറിക്കിട്ടും. എനിക്ക് അത് അത്രക്കില്ലായിരുന്നു, ബട്ട് ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അത് മാറിക്കിട്ടി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്സിനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സിറം നമുക്ക് ആദ്യം തന്നെ പറയാം, എന്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് ഇത് ബെസ്റ്റ് ആണ്, നല്ലോണം സ്യൂട്ട് ചെയ്യുമായിരുന്നു. നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിൻ, ഡ്രൈ സ്കിൻ, ഇവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്ന് ഒന്ന് ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പിമ്പിൾസ് ഒക്കെ പെട്ടെന്ന് എന്ത് ക്രീം യൂസ് ചെയ്താലും ചില ക്രീംസ് ഒക്കെ ചിലവരുടെ ഫേസിൽ സ്കിന്നിൽ പിടിക്കില്ല. അപ്പോൾ അങ്ങനെ പിമ്പിൾസ് ഒക്കെ വരുന്ന ആക്നി പ്രോൺ സ്കിൻ, ദാറ്റ് മീൻസ് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർ ഇച്ചിരി ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവര് ആദ്യം വീക്ക്ലി ത്രൈസ്, ആഴ്ചയിൽ 3 പ്രാവശ്യം ആദ്യം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, ഫേസിൽ യൂസ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബട്ട് ഓയിലി സ്കിന്നുകാർ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവർ മാക്സിമം എനിക്ക് തോന്നുന്നു ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ എന്താ പറയാ, കുരുവുള്ള സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ് ടിംഗ്ലിങ് അല്ലെങ്കിൽ പുകച്ചില് പോലെ തോന്നും. എനിക്ക് പണ്ടൊരിക്കൽ ഒരു കുരു വന്നപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ പുകയുന്ന പോലെ തോന്നി. അപ്പോൾ ആ സമയത്ത് ഏത് സ്കിൻ ടൈപ്പിനും ആക്നി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അത് മാറ്റാനുള്ള സിറമോ എന്തെങ്കിലും യൂസ് ചെയ്യുക, പിമ്പിൾ ക്രീം എന്തെങ്കിലും യൂസ് ചെയ്ത് പിമ്പിൾ കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം മാത്രം ഈ സിറം യൂസ് ചെയ്യുക. പിന്നെ ഈ സിറത്തെ കുറിച്ച്
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇത് മാക്സിമം ട്വൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ദിവസം 2 പ്രാവശ്യം ഈ സിറം യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ബട്ട് മാക്സിമം അത്ര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, മാക്സിമം എല്ലാവരും ഞാൻ പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ മാത്രമല്ല, എല്ലാവരും ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. പ്രിഫറബിളി മോർണിംഗ് മാത്രം ഇത് യൂസ് ചെയ്യുക. മോർണിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗ് ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ന്യൂട്രിഡേമിന്റെ ആണ്. പിന്നെ അതിനുശേഷം അത് അത്യാവശ്യം തിക്കാണ്. പിന്നെ അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ, വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് മോർണിംഗിൽ. എന്താ വെച്ചാൽ ഒരു റിയാക്ഷൻ ഉണ്ട്. ഈ വൈറ്റമിൻ സി നമ്മുടെ സൺലൈറ്റ് ആയിട്ടൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് നമ്മൾ ചില മോയ്സ്ചറൈസറിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിയാക്ഷൻസ് പ്രോബ്ലംസ് ഒക്കെ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ മിക്ക മോയ്സ്ചറൈസേഴ്സിന്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില മോയ്സ്ചറൈസേഴ്സ് ലൈക്ക് ഈ റെറ്റിനോൾ ഒക്കെ യൂസ് ചെയ്യും. നമ്മുടെ ആന്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെറ്റിനോള്, പിന്നെ പിന്നെ വേറെ കുറെ ഉണ്ട്. ലൈക്ക് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറെ അങ്ങനത്തെ ആസിഡ്സ് ഒക്കെ ഉള്ള, അതിന്റെ പേര് എനിക്ക് എടുത്തു പറയാൻ അറിയില്ല, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, അതിന്റെ കൂടെ ഒന്നും മാക്സിമം യൂസ് ചെയ്യില്ല. ഈ റെറ്റിനോൾ പ്രത്യേകിച്ച് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതിന്റെ കൂടെ യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് വീക്ക്ലി ത്രൈസ് യൂസ് ചെയ്യുക, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് 3 ദിവസം യൂസ് ചെയ്താൽ അത് വേറെ 2 ദിവസം യൂസ് ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ നല്ല ഗ്ലോയിങ്ങും നല്ല ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ അടിപൊളി സ്കിന്നാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് ഓയിലി സ്കിൻ ഉള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. പേടിക്കാതെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കൊറിയൻ ബ്രാൻഡാണ്. ഇതുവരെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.